നമുക്ക് വയനാട്ടിലേക്കൂടെ പോകാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അതീവ സുരക്ഷയുള്ള പോളിംഗ് സ്റ്റേഷനുകളിലൊന്നാണ് പൊഴുതന പഞ്ചായത്തിലെ സുഗന്ധഗിരി GLP സ്കൂളിലേത്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള പ്രദേശമെന്ന് പരിഗണിച്ച് ഇവിടെ പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായുള്ളത്. വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട വയനാട്ടിലെ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ പൊഴുതന പഞ്ചായത്തിലെ സുഗന്ധഗിരിയിലെ ഒരു പോളിംഗ് ബൂത്തിലാണ്. സുഗന്ധഗിരി GLP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് അതീവ സുരക്ഷയുള്ള സംവിധാനങ്ങളുള്ള ഒരു ബൂത്താണ്. ഇവിടെ ജില്ലയിൽ 2 അതീവ സുരക്ഷാ സംവിധാനമുള്ള ബൂത്തുകളാണുള്ളത്. കൂടാതെ കൂടുതൽ നിയന്ത്രണങ്ങളുള്ള 11 ബൂത്തുകളുണ്ട്. അതിൽ അതീവ സുരക്ഷയുള്ള ബൂത്തുകളിൽ ഒന്നാണ് പൊഴുതന പഞ്ചായത്തിലെ ഈ സുഗന്ധഗിരി GLP സ്കൂൾ ബൂത്ത്. ഇവിടെ ആദിവാസി ഭൂരിപക്ഷം ഉള്ള ഒരു പ്രദേശമാണ്. 70% ഈ ബൂത്തുകളിൽ വോട്ടർമാരായുള്ളത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. സ്പെഷ്യൽ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത്. ഈ ബൂത്തിന്റെ സ്വഭാവവും മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖല എന്ന നിലയിൽ കൂടിയാണ് ഇതിന് ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അത് തുടരുകയും സുരക്ഷാ ഭീഷണിയില്ലാതെ തന്നെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഈ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. ഇവിടെയുള്ള മുഴുവൻ ഏകദേശം 70% വോട്ടർമാർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇപ്പോൾ ജില്ലയിൽ കൽപ്പറ്റയിലും ബത്തേരിയിലും മാനന്തവാടിയിലും നല്ല രീതിയിൽ പോളിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. ഗോത്രവിഭാഗ മേഖലയിൽ പോളിംഗിന്റെ എണ്ണം, അതായത് വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകൾ വോട്ടിങ്ങിന് എത്തുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ കൂടുതൽ വോട്ടർമാർ എത്തും ഈ മേഖലയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തൊഴിലുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളാണ് ഇവരെ ഉച്ച കഴിഞ്ഞും ഉച്ചയോടെയും ഇത്തരം ബൂത്തുകളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും വയനാട്ടിൽ ഗോത്രമേഖലയിലും ഇത്തരത്തിൽ പോളിംഗ് ശക്തമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വയനാട് സുഗന്ധഗിരിയിൽ നിന്നും ക്യാമറമാൻ റിന്റുവിനൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.